ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നത് വളരെ ടയർഡായ യാത്ര ശേഷമാണ്. ഏകദേശം 24 മണിക്കൂറോളം ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര ചെയ്താണ് ഞാൻ ഇവിടെ എത്തുന്നതും. രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വന്ന് രാവിലത്തെ സെഷനിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. എന്നാൽ വലിയ ഒഴുക്ക് ഞാൻ അനുഭവിച്ചു. അതിനെല്ലാം കാരണം ദൈവം തന്റെ ദാസന്മാരെ നേരത്തെ ഇവിടെ അയച്ചു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയതാണ്. സ്തോത്രം. അങ്ങനെ അതുകൊണ്ട് പിന്നെ വരുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വലിയ എളുപ്പമാണ്. സ്തോത്രം. അതുകൊണ്ട് ആരെങ്കിലും കൺവെൻഷനൊക്കെ നടത്തുകയാണെങ്കിൽ ഒരേ ആത്മാവുള്ളവരെയും ദൈവകൃപയിലും ദൈവാത്മാവിന്റെ ശക്തിയും വിശ്വസിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ഒരുമിച്ച് നടത്തിയ ആ മീറ്റിംഗ് മൊത്തം ഒരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നമ്മളത് വളരെ ശക്തമായി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും പാട്ട് ടീമിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ പാട്ട് ടീം എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ വർഷിപ്പ് ടീം എന്ന് വിളിക്കുന്നതാണ് ഉചിതം. സ്തോത്രം. അവിടെ മേൽ ദൈവം പകരുന്ന അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ വെമ്പൽ കൊള്ളുന്ന കണ്ടു. കാര്യം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വന്ന് ഇവിടുത്തെ ആരാധന ഇവരുടെ കൂടെ നിന്ന് ആരാധിക്കാൻ വലിയ സന്തോഷം തോന്നി. സ്തോത്രം. ആ ഗ്രൂപ്പിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അവരിൽ കൂടെ ദൈവം വലിയ പ്രവർത്തനം അയക്കട്ടെ. സ്തോത്രം. വിശ്വസിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമുക്കറിയാം ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് ലേറ്റ്, കുറച്ച് സമയമായി. അതിനുശേഷം വീട്ടിൽ പോയി പല വ്യക്തികളും കാണുവാനും പ്രാർത്ഥിക്കാനൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലൊരു വിശ്രമം ലഭിച്ചില്ല. ശാരീരികമായി ആ ക്ഷീണം എൻ്റെ ഉള്ളിൽ വന്നപ്പോഴും എൻ്റെ അകത്തിനകത്ത് ഒട്ടും സംശയമില്ലാതെ ഒരു ശബ്ദം ഞാൻ വീണ്ടും വീണ്ടും കേട്ടു തുടങ്ങി. എനിക്ക് എന്തെങ്കിലും ദൈവശബ്ദം കേട്ടാൽ എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങും. സ്തോത്രം. എനിക്കറിയാം ദൈവം സംസാരിക്കുക. ഇന്ന് രാത്രി ഞാൻ കേട്ട വ്യക്തമായ ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ എൻ്റെ ശക്തിയോ ശക്തിക്കുറവല്ല ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്. ഇവിടെ വെളിപ്പെടാൻ പോകുന്ന തൃത്വത്തിൽ മൂന്നാമന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അത് വിശ്വസിച്ച മക്കൾ മാത്രം കൈകൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ സാന്നിധ്യം ജനം തിരിച്ചറിയട്ടെ. യേശു അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. അത് എത്ര പേർക്ക് മനസ്സിലാന്ന് എനിക്കറിയത്തില്ല. നമുക്കിന്ന് രാത്രി ആവശ്യം ദൈവത്തിന്റെ സാന്നിധ്യമാണ്, പരിശുദ്ധമായ സാന്നിധ്യമാണ്. അത് വിശ്വസിക്കുന്ന രാമീം പറഞ്ഞാട്ടെ. May God move in our midst tonight. ദൈവം നമ്മുടെ നടുവിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ ഇവിടെ സൗഖ്യമാകും. ഇവിടെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ ഉള്ളം എന്നോട് പറയുന്ന ഒരു വാക്ക് ആവർത്തിച്ച് ആ വാക്ക് ഇന്ന് വൈകിട്ട് കേൾക്കുവാനിടയായി. ഒരു പകർച്ച എന്നൊരു വാക്ക് ദൈവം എൻ്റെ ഉള്ളിൽ ശക്തമായി സംസാരിച്ചു. എന്ന് വെച്ചാൽ ഈ മീറ്റിംഗ് കൊണ്ട് ഈ മീറ്റിംഗ് തീരാൻ പോകുന്നില്ല. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ അഭിഷേകമായി ചില വ്യക്തികളെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ കൂടെ അതിന് ആമീൻ പറയാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇത് തുറന്നു വിടുന്ന രാത്രിയാണ്. ഇത് കെട്ടുകൾ പൊട്ടിക്കുന്ന രാത്രിയാണ്. അഭിഷക്ത നിര ഒഴുക്കുന്ന രാത്രിയാണ്. ഗെറ്റ് റെഡി ചർച്ച്. വളരെ ഒരുക്കത്തോടിരുന്നാട്ടെ. സമയമായി. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി സമയമായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നോട് ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു. സമയമാകുന്നതിന്റെ ഒരു ലക്ഷണം, ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. സമയമാകുന്നതിന്റെ ഒരു ലക്ഷണം ഒന്ന് തൊട്ടു പറയട്ടെ. ദൈവമക്കൾക്ക് വിടുതലിന്റെ സമയമാകുമ്പോൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. എന്തോ നടക്കാൻ പോകുന്ന വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കുറെ ദിവസം മുതൽ പറഞ്ഞു തുടങ്ങും ഏതാണ്ട് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചിലരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ശബ്ദം കേട്ടു തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഏതാണ്ട് സംഭവിക്കാൻ പോകുകയാണ്. ആ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി ആ ശബ്ദം വ്യാജമല്ല, ആ ശബ്ദം കള്ളമല്ല, ആ ശബ്ദം ദൈവിക ശബ്ദമാണ്. വിശ്വസി ദൈവമക്കൾ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. The time is come. ആമേൻ. ഒരു കാര്യം കൂടെ ദൈവഭാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സമയമാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകതയുണ്ട്. 6 ദിവസം യെരിഹോ കോട്ടയുടെ ചുറ്റും ജനം നടക്കുകയാണ്. ദൈവത്തിന്റെ ശക്തമായ നിർദ്ദേശം, മിണ്ടിപ്പോകരുത്. നിങ്ങൾക്കറിയാമോ, പ്രതികൂലം കാണുന്ന ദൈവമക്കൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അവർക്ക് അല്പമെങ്കിലും ആശ്വാസം വരുന്നത് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴാണ്, ഷെയർ ചെയ്യുമ്പോഴാണ്. പക്ഷെ ചിലപ്പോൾ ദൈവം അത് അനുവദിക്കത്തില്ല. സ്വത്രം സ്വത്രം സ്വത്രം.
എത്ര ദൈവമക്കൾ അതിൽ കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാർ പോയിട്ടുണ്ട്. എതിരായിട്ട് അപവാദങ്ങൾ ഉയരുമ്പോൾ അതങ്ങനെ സംഭവിച്ചില്ലെന്ന് പറയണമെന്ന് നാവ് തുടിക്കുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞിട്ട് മിണ്ടിപ്പോകരുത്. സ്തോത്രം, സ്തോത്രം. പുറത്ത് ആൾക്കാർ ശബ്ദമുണ്ടാക്കുമ്പോൾ മിണ്ടിപ്പോകരുത്. നിനക്ക് മിണ്ടേണ്ട ഒരു സമയം ദൈവം ഒരുക്കും. സ്തോത്രം. 6 ദിവസം പ്രതികൂലം മാത്രം കണ്ട് കണ്ണുനീരോട് ജനം അതിലെ കൂടെ നടക്കുകയാണ്. എത്ര പേർക്കറിയാം, നമുക്കൊരു സ്നേഹിതനോടൊന്ന് ഷെയർ ചെയ്താൽ അത്രയും ആശ്വാസമാ. അതുപോലും ദൈവം സമ്മതിച്ചില്ല. പക്ഷെ 7-ാം ദിവസം ദൈവം പറഞ്ഞു, മൗനമായിരുന്ന എന്റെ ജനം ഇനി മൗനമായിട്ടിരിക്കണ്ട, എന്റെ സമയം വന്നിരിക്കുകയാൽ ഇപ്പോൾ അവർ ശബ്ദമുയർത്തട്ടെ, അവർ ശബ്ദമുയർത്തട്ടെ, അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ, കാഹളങ്ങൾ ഊതട്ടെ. ഞാൻ ഇറങ്ങി വരാൻ പോകുക. ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ഞായറാഴ്ച ഒടുവില് ദൈവം സംസാരിക്കുകയാണ്. സമയമായതുകൊണ്ട് ഇനി മടങ്ങിയിരിക്കരുത്. ശബ്ദമുണ്ടാക്കട്ടെ, ശബ്ദമുണ്ടാക്കട്ടെ. നിന്റെ കുടുംബത്തിന് വിടുതല സമയമായി, കുഞ്ഞുങ്ങളെ വിടുതല സമയമായി. യേശുവിന്റെ നാമത്തില് വിശ്വസി ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി അനങ്ങട്ടെ, ചലിക്കട്ടെ, ശബ്ദമുണ്ടാക്കട്ടെ. നിങ്ങൾ ശബ്ദമുണ്ടാക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, യഹൂദ ഗോത്രത്തെ സിംഹമായവൻ ഇതാ ജനത്തിന് മീതെ ഗർജിക്കാൻ പോകുക. ശത്രു ശക്തികൾക്ക് മീതെ ഗർജിക്കാൻ പോകുക യേശുവിന്റെ നാമത്തില്. ഓ സ്തോത്രം, സ്തോത്രം. 3.5 വർഷം ശുശ്രൂഷ ചെയ്ത യേശു ഏതെങ്കിലും രോഗിയെ സൗഖ്യമാക്കിയ പറഞ്ഞൊരു വാക്കുണ്ട്, ആരോടും മിണ്ടിപ്പോകരുത്. ഭൂതങ്ങൾ പുറത്തു പോകുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്, മിണ്ടിപ്പോകരുത്. എന്നാൽ ഒരു ദിവസം യേശു കഴുതപ്പുറത്ത് വരിക, സക്കറിയ പുരോഹിതൻ പറഞ്ഞ ആ സമയമായി. സ്തോത്രം. നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ മണ്ടയ്ക്ക് വരുന്ന ആ സമയമായി. പക്ഷെ അന്ന് യേശു പറഞ്ഞു, ഇന്ന് നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ കല്ലുകൾ അറക്കാൻ പോകുക. സമയമാകുമ്പോൾ മൗനമില്ല. Somebody say praise the Lord. സമയമാകുമ്പോൾ ഇനി മൗനമായിട്ടിരിക്കണ്ട. ആര് പണങ്ങിയാലും കുഴപ്പമില്ല, ആരെതിർത്താലും കുഴപ്പമില്ല. ശബ്ദമുയരട്ടെ, ശബ്ദം. കൂടാരാധന ഹസ്കജാനമ ശന്തനാസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായി ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളിന്റെ അകത്തിരിപ്പുണ്ട്. മൗനമായിട്ട് ഇത്ര നാളും ഇരുന്നു. പക്ഷെ ഇന്ന് രാത്രി, ഞായറാഴ്ചത്തെ ഒടുവിലത്തെ രാത്രി ദൈവം പറയുന്നു, ഇന്ന് മിണ്ടാതിരിക്കരുത്, ഇന്ന് മിണ്ടാതിരിക്കരുത്. ഇന്ന് ജയത്തിന് ശബ്ദമുയർത്തണം, വിശ്വാസത്തിന് ശബ്ദമുയർത്തണം. ഇന്ന് രാത്രി അധികാരത്തിന് ശബ്ദമുയർത്തണം. ഇത് ജയത്തിന് രാത്രിയാണ്. പിശാച് മൗനമായിട്ടിരിക്കട്ടെ, ദൈവസഭ ശബ്ദമുയർത്തട്ടെ. Glory, hallelujah, hallelujah. പരീക്ഷന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പറഞ്ഞു, ഇവരിങ്ങനെ കിടന്ന് അലക്കരുത്, അലക്കാൻ വിടരുത്. സ്തോത്രം. യേശു പറഞ്ഞു, ഇന്ന് കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഏത് രോഗി സൗഖ്യമായാലും പറയും മിണ്ടരുത്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനത്തിന് നിവർത്തിയിലേക്ക് ഇറങ്ങുക. ദൈവത്തെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്കൊരു പക്ഷെ മനസ്സിലാകുന്നില്ല എന്തിനാണ് അടുത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെ കിടന്ന് ചാടുന്നെന്ന്. മനസ്സിലാകത്തില്ല ബ്രദർ. വർഷങ്ങളായി അവർ ചില വാഗ്ദത്തങ്ങൾ കേട്ടതാ, അനേക നാളുകളെ കേട്ടതാ. ഹൃദയം കലങ്ങി 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 കണ്ണുനീരും ഒഴുക്കി അതിന്റെ കാത്തിരുന്ന് അതിന്റെ നിവർത്തിക്ക് വേണ്ടി കാത്തിരുന്നതാ. ഇന്ന് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഓ സ്തോത്രം. വിശ്വസൈവമക്കൾ, somebody glory, glory, glory. ഇത് പ്രത്യേക രാത്രിയാ, ഇത് ശക്തിയേറിയ രാത്രിയാ, ഇത് വിടുതൽ രാത്രിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നേരിട്ട് ശബ്ദമുയർത്തുക മാത്രമല്ല, ആരോടെങ്കിലും പറയാനും ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ സമയമായി, എന്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായി. ഇത് വിളിച്ചു പറഞ്ഞാട്ടെ, വിളിച്ചു പറഞ്ഞാട്ടെ. ആരും എതിർക്കാൻ പോകുന്നില്ല. യേശു സപ്പോർട്ടാ. വിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും, ഇവിടെ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ നടന്ന സമയം അതിനു മുൻപും ഈ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടായത്. എന്താണ് ദേവദാസന്മാരെ ചെയ്യുന്നത്? സാധാരണഗതിയിൽ
കൺവെൻഷനുകളിൽ സ്റ്റേജിൽ ദൈവദാസന്മാരെ കയറ്റിയാൽ ജനം അനങ്ങിയാൽ പോലും അവർ അനങ്ങാൻ പാടില്ലായിരുന്നു പണ്ടത്തെ നിയമം. കാരണം അവർ പ്രത്യേക ഗസ്റ്റുകളാണ്. അവരങ്ങനെ ചാടുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല. അവർ കസേരയിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വലിയ ഗമയിൽ ഇരിക്കണമെന്നായിരുന്നു പണ്ടത്തെ പ്രമാണം. പക്ഷെ ഈ പിള്ളേർക്ക് അത് അറിയത്തില്ല. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലാകത്തില്ല. അവർ വേറൊരു ഹല്ലേലൂയ. സമയമായി സഭ ശബ്ദമുണ്ടാക്കട്ടെ. കേരളത്തിന് ഉണർവിന്റെ, ഇന്ത്യയുടെ ഉണർവിന്റെ സമയമായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനിയും ഒന്നിരുന്നാട്ടെ, നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഓ സ്തോത്രം. ഇന്നലെ രാത്രിയിൽ ഞാൻ തുടങ്ങിയ വിഷയത്തിലേക്ക് ഇന്ന് രാത്രിയിൽ മുന്നോട്ട് പോകട്ടെ. ദൈവത്തെ ആത്മാവ് ഇന്ത്യയിൽ ആദ്യമായി ഇത് പ്രസംഗിക്കുവാൻ കൊല്ലത്ത് എനിക്ക് അനുവാദം തന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ ആ വിഷയം തുടങ്ങിയത്. ദൈവം ചിലർക്ക് വേണ്ടി അത്ഭുതങ്ങളല്ല, അത്ഭുതത്തിന്റെ അന്തരീക്ഷം തുടങ്ങാൻ പോകുകയാ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, രോഗികൾ സൗഖ്യമാകാറുണ്ട്. പക്ഷെ അത് അവിടെ കൊണ്ട് തീരും. 21 ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെയും ഇവിടെയും അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ദൈവത്തെ ആത്മ പറയുന്നു, 1-ാം നൂറ്റാണ്ട് സഭയ്ക്കകത്ത് വല്ലപ്പോഴും ക്രൂസൈഡ് നടക്കുമ്പോൾ അത്ഭുതം നടക്കുകയല്ല. മാർക്കറ്റിൽ പോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, വരി മധ്യയിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ദൈവത്തെ ആത്മ ഇടപെടുന്നു. ചില ദൈവദാസന്മാർ അടുത്ത ദിവസങ്ങളിൽ അത്ഭുതങ്ങളിൽ നടക്കാൻ പോകുക, അത്ഭുതങ്ങൾ സംസാരിക്കാൻ പോകുക, അത്ഭുതങ്ങളിൽ ചലിക്കാൻ പോകുക, അത്ഭുതങ്ങളിൽ നീങ്ങാൻ പോകുക. സമയമായി അത്ഭുതത്തിന്റെ അന്തരീക്ഷം ദൈവം റിലീസ് ചെയ്യുകയാണ്. മൂന്നോ നാലോ ദൈവദാസന്മാരിൽ കൂടെ, ശക്തന്മാരിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, അടുത്ത നാളുകൾക്ക് നീ ഒരു പേരിടണം. ആ പേര് അത്ഭുതങ്ങളുടെ വർഷമെന്നായിരിക്കണം. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ആ പേരിട്ട് കഴിഞ്ഞു. പക്ഷെ കൊല്ലത്തത് ഇടുവാൻ സന്തോഷമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഒന്നാം അത്ഭുതം, ആ മുടന്ന് നടന്ന അത്ഭുതം നടന്നപ്പോൾ 3 വാക്കുകളാണ് ആ അത്ഭുതത്തെ ചിത്രീകരിക്കുന്നത്. 3 words, 3 വാക്കുകൾ. എവിടെങ്കിലും അത്ഭുതം നടന്നാൽ ആ 3 വാക്കും കേൾക്കണം. അത് രാത്രി തൊട്ട് പറയാം. 3 words that define or make that miracle special. ആ അത്ഭുതത്തെ സ്പെഷ്യലാക്കി മാറ്റുന്ന 3 വാക്കുകൾ. സ്തോത്രം. ഇന്ന് രാത്രി അതും തൊട്ട് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. Are you ready tonight? എത്രക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭകളുടെ അകത്ത്, എന്തിന് കേരളത്തിൽ, കൊല്ലത്ത്, ഇന്ത്യക്ക് പുറത്തും അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ജനമറിയട്ടെ, തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ജനമറിയട്ടെ, യേശു ഇന്നും ജീവിക്കുന്നു. ജനമറിയട്ടെ, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ജനമറിയട്ടെ. 3 words. മുടന്ന് നടക്കുന്ന ആ ദിവസം പത്രോസ് യോഹന്നാനും കൂടെ ഒരുമിച്ച് ആലയത്തിലേക്ക് ചെല്ലുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. എവിടെങ്കിലും ഉണർവ് നടക്കുമ്പോൾ കൈയടിക്കുന്ന എനിക്ക് സന്തോഷമാണ്, ആരാധന വെളിപ്പെടുന്ന എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതൊക്കെ ഉണർവിന്റെ അടയാളങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അടയാളമായി ഞാൻ കാണുന്നത്, ഒരുമിച്ച് കൂടാൻ പറ്റാത്ത 2 പേര് കൈ കോർക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഉണർവാണ്. ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത 2 ഉണ്ടായിരുന്നെങ്കിൽ പത്രോസ് യോഹന്നാനുമാണ്. എന്തിന്? യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കാൻ സമയമായി. പത്രോസിന് നല്ലൊരു ഉപദേശം കൊടുത്ത് യേശു പോകാൻ തുടങ്ങുക. ആ സമയത്തും പത്രോസിന് അറിയേണ്ട ഒറ്റ വിഷയമുള്ളൂ, അവന്റെ കാര്യം എന്തുവാ? കർത്താവ്, അവന്റെ കാര്യം എന്തുവാ? സ്വോത്രം സ്വോത്രം സ്വോത്രം. പത്രോസിന് ആകെ ഒരു ടെൻഷന് യോഹന്നാൻ അടുത്ത് വരുമ്പോൾ. എന്തിന്? 2 പേരും കൂടെ ഒരുമിച്ച് യേശുവിന്റെ കല്ലറയിലേക്ക് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ അവിടെ എത്തിയിട്ടുണ്ട്, ഒരുത്തൻ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ച് കല്ലറ വരെ പോലും ഓടാൻ പറ്റാത്തവരെ. സ്വോത്രം 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 സ്വോത്രം. ഒരുത്തനെ കാണും മറ്റവന്റെ സ്പീഡ് കൂടും.
പക്ഷെ അന്ന് രാവിലെ പരിശുദ്ധാത്മ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. പത്രോസ് യോഹന്നാനെ പറഞ്ഞു, പണ്ട് ഓടി നോർക്കുന്നുണ്ട്, ഇന്ന് നമുക്ക് അങ്ങനെ ഓടണ്ട, നമുക്ക് ഒരുമിച്ച് ആലയത്തിലേക്ക് പോകാം. ഇന്ന് രാത്രി അസംബ്ലീസോടുകാരും IPC-ക്കാരും ചർച്ചോടുകാരും ആമി സ്വതന്ത്രരൊക്കെ ഒരുമിച്ച് കൈകോർക്കുമ്പോഴാ യഥാർത്ഥ ഉണർവുണ്ടാകാൻ പോകുന്നത്. വിശ്വ ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അതാണ് ആവശ്യം. ആമേൻ. സ്തോത്രം. എനിക്കതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയണമെന്നുണ്ട്, സമയമില്ലല്ലോ. എനിവേ അവരങ്ങോട്ട് ചെന്നു. ആമീൻ. പത്രോസ് യോഹന്നാനും കൂടെ ആ മുടന്തനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു വാക്കുണ്ട്, അത് ഞാൻ ആ ഭാഗത്തിൽ കിടക്കുന്നില്ല. ദ പ്രിൻസിപ്പിൾ ഓഫ് അസ് ആൻഡ് ഐ, ഞാൻ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്ന സമയമില്ല. ഞാൻ പറയട്ടെ, പത്രോസ് അവിടുന്ന് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഈ മുടന്തൻ ഒത്തിരി നാമം കേട്ടിട്ടുണ്ട്, ഈ മുടന്തൻ ഒത്തിരി ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ മുടന്തന്റെ കാലുകൾ വളഞ്ഞു കടന്ന കാലിലേക്ക് ഒരു പുതിയ വാക്ക് കേൾക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം. എന്റെ വിശ്വാസം വളഞ്ഞു പൊളഞ്ഞു കടന്ന ഒരു മസിൽ മറ്റേ മസിലിനോട് പറഞ്ഞു, എടാ ഈ നാമമല്ലയോ നമ്മളെ സൃഷ്ടിച്ചത്, ഇത് അധികാരത്തിന് നാമമാ. ഒരു മസിൽ മറ്റേ മസിലിനോട് ചേരാൻ തുടങ്ങി, വളഞ്ഞു കടന്ന് നൂരാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ഈ നാമത്തിൽ ശക്തിയുണ്ട്. ഇപ്പോൾ വിശ്വസയ മക്കളെ, ഈ നാമത്തിൽ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളുടെ ശരീരത്തിലെ അസ്ഥികൾ തിരിച്ചറിയാൻ പോകുക, നരമ്പുകൾ തിരിച്ചറിയാൻ പോകുക, കുടുംബത്തിനകത്തെ പൈശാചിക ശക്തികൾ തിരിച്ചറിയാൻ പോകുകയാണ്. വിശ്വസി ദൈവമക്കൾ മാത്രം ആ നാമം വിളിച്ചു പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തില്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ നാമം കേട്ടപ്പോൾ സ്തോത്രം, മസിലുകൾ വളഞ്ഞു കിടന്ന് തമ്മിൽ പറഞ്ഞു, നമുക്കിന് നൂരാനേ മാർഗമുള്ളൂ. അത് മുക്കവനെ പറഞ്ഞതൊന്നും വിഷയമല്ല, മുക്കവന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാ വിഷയം. ഹല്ലേലൂയ. മുക്കവനായ പത്രോസ് പറഞ്ഞപ്പോൾ ആമീൻ, ഈ കാലുകൾ നിവർന്നു. അവൻ ചാടാൻ തുടങ്ങിയപ്പോൾ ജനം പറഞ്ഞ 3 വാക്കുകൾ ഇതാണ്. അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ തയ്യാറാണോ? ഈ 3 വാക്കുകൾ നമ്മളുടെ കേൾക്കാൻ പോകുക. ചിലരെങ്കിലും പറയണം, ബോങ്കിയല്ല, ബെന്നീനല്ല, അത് എന്നെ കുറിച്ചാണ് പറയുന്നത്. I think he's talking about me. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 വാക്കുകൾ കേൾക്കാൻ പോകുക. നിങ്ങൾ ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിൽ കേൾക്കാൻ പോകുക. സ്തോത്രം. 3 വാക്കുകൾ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. വായിക്കാൻ നമുക്ക് സമയമില്ല, വീട്ടിൽ പോയി വായിച്ചാട്ടെ, സമയം ഉണ്ടാക്കി വായിച്ചാട്ടെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 3 വേർഡ്സ്. ഒന്നാമത്തെ വാക്ക് അപ്പോസ്തലപ്രവൃത്തി 4:16 2 വാക്ക് കിടപ്പുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 3:10 മൂന്നാമത്തെ വാക്ക് കിടപ്പുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4:16 ഇംഗ്ലീഷിൽ കൊടുത്തിരുന്ന വാക്ക് ഇതാണ്. സ്തോത്രം. ഇത് ഒരു അസാധാരണ അത്ഭുതമാണ്. എക്സ്ട്രോർഡിനറി. എല്ലാവരും പറഞ്ഞാട്ടെ, എക്സ്ട്രോർഡിനറി. അസാധാരണം. നിങ്ങൾ ഒരു കാര്യം അറിയണം, ഇന്ന് രാത്രിയിൽ ദൈവാത്മ ശക്തമായി പറയുന്നു, ചില ജീവിതത്തിൽ എക്സ്ട്രോർഡിനറി, സാധാരണമല്ല, എക്സ്ട്രോർഡിനറി. ചിലക്ക് വിശ്വാസം വരുന്നില്ല. സാധാരണ വിടുതലല്ല, എക്സ്ട്രോർഡിനറി. സാധാരണ ഉണർവല്ല, എക്സ്ട്രോർഡിനറി. ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, എക്സ്ട്രോർഡിനറി. സന്തോഷത്തോട് പറഞ്ഞാട്ടെ, എക്സ്ട്രോർഡിനറി. എന്താണ് അതിന്റെ അർത്ഥം? പലതും സാധാരണമാ. സ്തോത്രം. നമ്മളിപ്പോ കാണുന്നത് ലോക മനുഷ്യർക്ക് ഒരു സംഭവം ഉണ്ടാകുന്നു, ദൈവമക്കൾക്ക് സംഭവം ഉണ്ടാകുന്നു, പല സ്ഥലത്ത് നടക്കുന്നത് അവർക്കുണ്ടാകുന്ന റിസൾട്ട് തന്നെ ഇവർക്കും ഉണ്ടാകുന്നു. സ്തോത്രം, സ്തോത്രം. അത് സാധാരണമാണ്. എന്നാൽ ദൈവം ചിലരെ അതൊന്ന് മാറ്റാൻ പോകുക. നിങ്ങളെ ദൈവം വിളിച്ച സാധാരണയിൽ ജീവിക്കാനല്ല, അസാധാരണത്തിൽ ചലിക്കാനാ. സ്തോത്രം. നമ്മളാണെങ്കിലും ജോലി ചെയ്താൽ കൊലം കിട്ടും, കഴിക്കും, ജീവിക്കും, പിറ്റേ ദിവസം എഴുന്നേറ്റ് ജോലിക്ക് പോയി. നമ്മുടെ ജീവിതം ഒരു റൊട്ടീൻ, എല്ലാവർക്കും ഉണ്ടാകുന്ന സാധാരണ ജീവിതം. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. അതിൽ ഇപ്പൊ നമ്മൾ തൃപ്തി പിടിച്ചിരിക്കുക. ചിലരും രാത്രി കുടഞ്ഞൊന്ന് പുറത്തു വരാൻ പോകുക.
മോശ 40 വർഷം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നും രാവിലെ പുള്ളിക്ക് അങ്ങ് ഇറിറ്റേഷനായി കണ്ട് മുൾപടർപ്പ് കത്തുന്നു. സ്തോത്രം. എല്ലാ ദിവസവും കത്തും. കാരണം വനാന്തരമാ, എന്നും മുൾച്ചെടി കത്തും. എന്നിട്ട് അത് തന്ന് കത്തിപ്പോകും. 40 വർഷം അങ്ങനെ കാണുന്നത് ആ കാഴ്ചയാണ്. അത് സാധാരണമാണ്. പക്ഷെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മുൾപടർപ്പ് കത്തുന്നു, വെന്തു പോകുന്നില്ല. ഓ, അത് അസാധാരണമാ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി സാധാരണ മണ്ഡലത്തിൽ നിന്ന് ദൈവം ചില അസാധാരണ മണ്ഡലത്തിലേക്ക് മാറ്റാൻ പോകുകയാണ്. വിശുദ്ധ ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണം. ഇനി ഈ ബൈബിളിൽ ഉള്ളതെല്ലാം അസാധാരണമാണ്. ഞാനിന്ന് പറയാൻ പോകുക. ദൈവമക്കൾ എൻ്റെ കൂടെ അത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. സാധാരണഗതിയിൽ ഒരു ഇരുമ്പ് വെള്ളത്തിൽ പോയി എന്താ സംഭവിക്കേണ്ടത്? സാധാരണ താഴ്ന്നു പോകണം. പക്ഷെ ബൈബിളിന്റെ പ്രത്യേകത, സ്തോത്രം, ഇരുമ്പ് താഴെ പോയ ഇരുമ്പ് ഒരു ദൈവാസം പ്രാർത്ഥിക്കുമ്പോൾ താഴെ പോകുന്നതിന് പകരം മേലോട്ട് വരിക. അത് അസാധാരണമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചു ചെറുക്കനും ഒരു വലിയ രാക്ഷസൻ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ സാധാരണ എന്തോ നടക്കേണ്ടത്? നമ്മൾ കേൾക്കും, ആ കൊച്ചിനെ ആ രാക്ഷസൻ പപ്പടം പോലെ പൊട്ടിച്ചു. സ്തോത്രം. അത് സാധാരണമാണ്. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല. സ്തോത്രം. ആ കൊച്ചു ചെറുക്കൻ രാക്ഷസനെ തട്ടി താഴെയിട്ടു. അത് അസാധാരണമാണ്. ഇന്ന് രാത്രികാലം അസാധാരണ മണ്ഡലത്തിലേക്ക് ദൈവം ചില മാറ്റാൻ പോകുക. വിശുദ്ധ ദൈവമക്കൾ മാത്രം അസാധാരണം. Somebody shout hallelujah. Unusual. അസാധാരണം. Extraordinary. Amen. Amen. ഒന്ന് ഓർത്തേക്ക്, കൊച്ചേർക്കം കുറച്ച് കഴിയുമ്പോൾ ഈ രാക്ഷസത്തിന്റെ പൊക്കാൻ പോയ തലയും പൊക്കിയെടുത്ത് നടന്നു വരിക. സ്വത്രം. അത് അസാധാരണമാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സിംഹക്കൂട്ടിൽ ഒരുത്തനെ ഇട്ടാൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? സിംഹം അന്ന് രാത്രി കടിച്ചു കീറി നിങ്ങളുടെ ശവമല്ല, എല്ല് പോലും വെച്ചേക്കത്തില്ല. പക്ഷെ ബൈബിൾ എല്ലാം അസാധാരണമാണ്. അന്ന് രാത്രി അങ്ങേര് അതുവരെ ഉറങ്ങാത്ത രീതിയിൽ ഉറങ്ങി. സ്വത്രം. അത് അസാധാരണമാ. ഹല്ലേലൂയ. സംതിങ് എക്സ്ട്രാordinary. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ അസാധാരണ സംഭവങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാണ്. Are you ready? സ്തോത്രം, സ്തോത്രം. എക്സ്ട്രാordinary, എക്സ്ട്രാordinary. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണമേ. വണ്ടർഫുൾ, വണ്ടർഫുൾ. ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ നോക്കിയാൽ എല്ലാം അസാധാരണമാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ. ഒരുത്തൻ മരിച്ച് 4 ദിവസമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, അടക്കി കഴിഞ്ഞാൽ സാധാരണ എന്തോ സംഭവിക്കണ്ടേ? നാറ്റം വെച്ച് ആ ശവക്കളർ അടുത്തുപോലും ആരും പോകത്തില്ല. അയാളുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങും. പക്ഷെ ബൈബിൾ അസാധാരണമാണ്. സ്തോത്രം. 4 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ച ആള് പന്തലിൽ ഇരുന്ന് യേശുവിനോട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, കുട്ടപ്പനായിട്ട്. ഇതാണ് അസാധാരണം. ഇന്ന് പകൽ രാത്രി കൊല്ലത്ത് ദൈവം തുടങ്ങാൻ പോകുക. ഹല്ലേലൂയ. എനിക്കങ്ങ് പറഞ്ഞു പോകണമെന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു അണലി ഒരുത്തിനെ കടിച്ചാൽ എന്താണ് സാധാരണ സംഭവിക്കേണ്ടത്? കടിച്ചവൻ അപ്പം തന്നെ അണലിയെ പോലെ കറുത്ത് ചത്ത് താഴെ വീഴും. അത് സാധാരണം. പക്ഷെ ബൈബിൾ അസാധാരണമാണ്. കടിച്ച അണലി ചത്ത് താഴെ വീണോ? അതാണ് അസാധാരണം. ഇന്ന് രാത്രികാലം ആ അഭിഷേകമാണ് ദൈവം അയക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ നടക്കാൻ പോകുന്നത് അസാധാരണമായിട്ടായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നത് അസാധാരണമായിട്ടാണ്. വിശുദ്ധ ദൈവമക്കൾ, ഓ, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. അസാധാരണ അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Receive it. Hallelujah. ഓ, സ്തോത്രം, സ്തോത്രം. Praise the Lord. I mean, ഒറ്റ വാക്കും കൊണ്ട് ഒരു കുറ്റവാളിയെ കൊന്ന് അവനെ തൂക്കി വിധിക്കാൻ കഴിവുള്ള ഒരു രാജാവിന് മുമ്പിൽ കുറ്റവാളി നിൽക്കുകയാണെങ്കിൽ സാധാരണ എന്താ സംഭവിക്കേണ്ടത്? സ്തോത്രം. കുറ്റവാളി വേർത്തൊളിച്ച് മുട്ടുകൾ വിറച്ച് മയങ്ങി താഴെ വീഴും. പക്ഷെ ബൈബിൾ അസാധാരണമാ. രാജാവ് കുറച്ച് കഴിഞ്ഞ് പറയുക, എനിക്ക് തല കറങ്ങുന്നു. സ്തോത്രം. ഞാൻ അങ്ങ് പോകുക. പൗലോസിന് മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അസാധാരണം. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തില് അസാധാരണത്തിന് അഭിഷേകം ജനത്തിന് മീതെ പ്രാപിക്കുക. ഓ, വിശ്വസനീയ മക്കൾ, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഒരു വലിയ കൂട്ടഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി മുതൽ വ്യക്തികൾ അസാധാരണമായ മണ്ഡലത്തിൽ ചലിക്കാൻ പോകുകയാണ്. It's time, it's time, it's time. സമയമായി. ഓ, power, 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 power. Power of God. Power of God. Hallelujah. Hallelujah.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബൈബിളിലെല്ലാം അസാധാരണമാണ്. കന്യക ജന്മം കൊടുക്കുന്നു, മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ആമേൻ. അസാധാരണം. നമ്മളെല്ലാം വിശ്വസിക്കും ഭാവിയിൽ അത് സംഭവിക്കുമെന്ന്. കർത്താവ് കാഹളം ഊതും, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കും. അത് അസാധാരണ സംഭവമാണ്. അത് സാധാരണ നടക്കുന്ന സംഭവമല്ല. പക്ഷെ ദൈവം പറഞ്ഞ് ഭാവിയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, ദൈവം ചിലരെ അതിൻ്റെ അകത്ത് നടത്താൻ പോകുക. ഇന്ന് സംഭവിക്കാൻ പോകുക, ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതം വിൽ ബി എൻ എക്സ്ട്രോർഡിനറി ലൈഫ്. അസാധാരണ സംഭവമാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, വിശ്വാസം പറഞ്ഞാട്ടെ. ഐ തിങ്ക് ഈസ് ടോക്കിംഗ് അബൌട്ട് മീ. എന്നെ കുറിച്ചാണ് തോന്നുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തെ കുറിച്ചാണ് തോന്നുന്നു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അസാധാരണ സംഭവം. താങ്ക് യു ഫാദർ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒരു വിശ്വാസമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൽ മുൾപടർപ്പ് കത്തി വെന്ത് കളയുന്നത് സാധാരണമാണ്. പക്ഷെ അസാധാരണമായ ചില സംഭവങ്ങൾ, വിടുതലുകൾ, ശുശ്രൂഷകൾ എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുഞ്ഞുങ്ങളിലും വെളിപ്പെടാൻ പോകുകയാണ്. ഓ, ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ ദൈവ സാന്നിധ്യം വ്യക്തികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. Receive it. Hallelujah. Hallelujah. ഇത് ശക്തിയുടെ രാത്രിയാണ്, ഇത് പകർച്ചയുടെ രാത്രിയാണ്. Receive it. Oh, hallelujah. 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 ഓ, നിങ്ങളുടെ ജീവിതം സാധാരണമല്ല. ആ കാലം കഴിഞ്ഞ് അസാധാരണ അഭിഷേകം ദൈവം ചിലവിൽ അയക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കാൻ താല്പര്യ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. നാളെ അല്ല, ഇന്ന് രാത്രി ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Receive it. ഇതിനിടയിൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദൈവം അത് ഇവിടെ നിന്ന് ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. ആരാധിച്ച് ശക്തി വ്യാപരിക്കുന്നത് തടയരുത്. Let them worship God. Hallelujah. ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. Something is happening. ഇവിടെ ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ രോഗങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. അസാധാരണ രീതിയിൽ അത് സംഭവിക്കട്ടെ.
മറ്റുള്ളവരെ പോലെ നിന്റെ ജീവിതം തകരുമെന്ന് പറഞ്ഞ പിശാചിനെ മുഖത്ത് നോക്കി വിളിച്ചു പറ, ഞാൻ വെള്ളത്തിൽ കൂടെ കടന്നാൽ മുങ്ങിപ്പോകത്തില്ല, ഞാൻ തീയിൽ കൂടെ പോയാൽ വെന്തു പോകത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു അസാധാരണ സാന്നിധ്യമാണ്. അസാധാരണ രോഗശാന്തി ശുശ്രൂഷ, അസാധാരണ ഭൂതശാന്തി ശുശ്രൂഷ, അസാധാരണ വിടുതല ശുശ്രൂഷ ദൈവം ചിലർ മേൽ ഇന്ന് രാത്രി അയച്ചുകൊണ്ടിരിക്കുക. Receive it in the name of Jesus Christ of Nazareth. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ഹല്ലേലൂയ. ഇത് സൈന്യത്താലല്ല, ശക്തിയല്ല, യഹോവയുടെ ആത്മാവിനാൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. Get ready, receive the touch. എന്നോട് ഇടപെടുന്ന വിഷയം, കേരളത്തിൽ നടന്ന ഏത് മീറ്റിംഗിനേക്കാളും ശക്തന്മാരെ ഉളവാക്കാൻ പോകുന്ന മീറ്റിംഗ് ഇന്ന് രാത്രി ആയിരിക്കുമെന്ന് ദൈവാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ. ശക്തന്മാരെ, അഭിശക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രി ആയിരിക്കാം ഈ രാത്രി. ഇത് അസാധാരണ രാത്രിയാണ്. Power of God, power of God, power of God, power of the Holy Ghost, power of the Holy Spirit, in the name of Jesus. ഇന്ന് രാത്രികാലം സകലവിധ സാത്താന്യ ശക്തികളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. ഞങ്ങളുടെ യേശു അസാധാരണ ദൈവമാണ്. ഹല്ലേലൂയ. Thank you, Father. Thank you, Father. Thank you, Holy Spirit of God. Thank you, Jesus. Something extraordinary is happening in this place. Something spectacular is about to break loose. ഏതാണ്ടൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക, അസാധാരണമായത് ചെയ്തുകൊണ്ടിരിക്കുക. Just receive it tonight in the name of Jesus. ഇന്ന് രാത്രി അസാധാരണമായ സംഭവം ഇവിടെ നടക്കുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാം. നിങ്ങളുടെ ചെറുപ്പക്കാർ ദർശനങ്ങളെ കാണാം. കൊച്ചു കുഞ്ഞുങ്ങളെ മീതെ ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിന്. Hallelujah, 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 hallelujah. Praise Jesus, praise Jesus. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ സ്തോത്രം. മുൻവശത്ത് മാത്രമല്ല പിതാവേ, ആ പുറകെ അറ്റത്ത് നിൽക്കുന്ന ഞങ്ങളുടെ അച്ചായന്മാരുടെ മേൽ, അമ്മാമ്മമാരുടെ മേൽ സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളുടെ മീതെ, ചെറുപ്പക്കാരുടെ മീതെ ഇന്ന് രാത്രി അസാധാരണത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ യേശുവിന്റെ നാമത്തില് തീജ്വാല പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Praise Jesus, praise Jesus, praise Jesus, praise Jesus,
Praise Jesus. Hallelujah. Thank you Jesus. യേശുക്രിസ്തുവേ നന്ദി, യേശുക്രിസ്തുവേ നന്ദി. അങ്ങനെ ആത്മാവിന് എന്തൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ, അനുസരല്ല പരിശുദ്ധവൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഈ രാത്രി ഇവിടെ ചെയ്യണമേ എന്നീ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. സ്തോത്രം, സ്തോത്രം. സ്പർശിക്കണം, സ്പർശിക്കണം. സ്പർശിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രാജാവ് എഴുന്നള്ളി വരുന്നു, രാജകോലാഹലം അവിടെയുണ്ട്. ഹല്ലേലൂയ. Praise Jesus. ഇത് വെറും ഒരു ഇളക്കമല്ല. ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ഏറ്റെടുത്തോണ്ടിരുന്നാട്ടെ വിശ്വാസത്തോടെ. Praise Jesus. Praise Jesus. Amen. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്ക് അടുത്ത വാക്കിന് വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. ആമേൻ. ഒന്നാമത് അസാധാരണം. എല്ലാവരും പറഞ്ഞിട്ട് അസാധാരണം. സ്തോത്രം. ആർക്കെങ്കിലും ഇവിടെ അതുപോലെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുണ്ടെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആളുണ്ടെങ്കിൽ അവിടെ തുടരട്ടെ. ബാക്കിയുള്ളവർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാമല്ലോ. സ്തോത്രം. ആമേൻ. യേശുവിന്റെ നാമത്തെ വിട്ടുമാട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്തോത്രം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ
ആമേൻ. Are you ready? സ്തോത്രം. എനിക്കറിയാം ഇത് വലിയ ബുദ്ധിമുട്ടൊന്ന് പിടിച്ചു നിർത്താൻ. സ്തോത്രം. ദൈവം ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ഓരോന്നും ഇന്ന് രാത്രി അവസാനത്തെ രാത്രി എത്രത്തോളം പ്രാപിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാപിച്ചെടുക്കണം. Are you ready tonight? Amen. Amen. സ്തോത്രം. Praise the Lord. Praise the Lord. സ്തോത്രം. സ്തോത്രം. ഇരിക്കാൻ കഴിയുന്നവരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. Praise God. ഒന്നാമത്തിന്റെ പേര് അസാധാരണം. എല്ലാവരും പറഞ്ഞാട്ടെ അസാധാരണം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. Amen. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അടുത്തായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. Are you listening? ശ്രദ്ധിച്ചാട്ടെ. രണ്ടാമത്തെ വിഷയം അവിടുത്തെ കൊടുത്ത രണ്ടാമത്തെ വാക്കിതാണ്. ഈ അത്ഭുതം നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. മലയാളത്തിൽ കൊടുത്ത വാക്ക് എന്തുവാ? ഇതിനെ എതിർക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. അങ്ങോട്ട് മാറ്റി പ്ലീസ്. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കുക. അതിനെ എതിർക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ദൈവം ഈ നാളുകളിൽ ചെയ്യാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ ഞാൻ ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയട്ടെ. എത്ര പേര് ശ്രമിച്ചാലും അതിനോട് തർക്കിക്കാൻ പറ്റത്തില്ല. അത്രയും വ്യക്തമായിരിക്കും. സ്തോത്രം. ആമേൻ. It will be so clear. വ്യക്തമായിരിക്കും. ഞാൻ ചിന്തിക്കുകയാണ്, ഈ മുടന്തൻ സൗഖ്യമായപ്പോൾ പരീക്ഷ ഭക്തന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി. ശാസ്ത്രിമാരും പരീക്ഷന്മാരും മിടുക്കന്മാരും കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടി. അവർ നോക്കുന്നത് എങ്ങനെങ്കിലും അതിനെ നിരാകരണം എന്ന വാക്ക് കറക്റ്റാണോ? നിരാകരിക്കാൻ നോക്കുവാൻ അവരിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഒരു എത്തം വന്ന് പറഞ്ഞു, ഇത് ഒരു പക്ഷേ അത് സൈക്കോളജി വല്ല ആയിരിക്കും. സ്തോത്രം. ഒരു ഇളക്കപ്പെഴുപ്പം. അപ്പൊ അടുത്തുനിന്ന് പരീക്ഷ പറയാ, എടോ ഇളക്കപ്പെഴുപ്പം മാത്രമാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത്. സ്തോത്രം. വെറും സൈക്കോളജി ആണെങ്കിൽ ഇങ്ങനെ മുടന്നെങ്ങനെ മാറുന്നത്? ഇത് സൈക്കോളജി ഒന്നുമല്ല, ഏതാണ്ട് ഒരു അപ്പുറം നടന്നിട്ടുണ്ട്. സ്തോത്രം. ഇത് വെറും ചലനമല്ല, യഥാർത്ഥത്തിൽ ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പം വേറൊരുത്തം വന്ന് പറയാ, ഇത് അവനായിരിക്കത്തില്ല, അവനെ പോലുള്ള വേറെ വല്ല പുള്ളികളുമായിരിക്കും. സ്തോത്രം. ആമേൻ. അപ്പോൾ മറ്റേ പരീക്ഷ പറയാ, എടാ അവൻ ആരെന്നറിയാമോ? എൻ്റെ കൊച്ചപ്പൻ്റെ അനിയന്ത്രൻ്റെ മോനാ. അവനെ ഞാനാണ് എടുത്ത് വളർത്തിയത്. ഇവിടെ കൊണ്ടുവച്ച പള്ളിക്കകത്ത് വന്ന് ഭിക്ഷ യാചിക്കാനുള്ള റെക്കമെൻഡേഷൻ ചെയ്തത് ഞാനാണ്. സ്തോത്രം. ആമേൻ. ഞാനാണ് റെക്കമെൻഡേഷൻ ചെയ്തത്. അല്ലെങ്കിൽ ഇവിടെ നിന്നും ദേവാലയത്തിൽ വന്ന് അങ്ങനെ ഭിക്ഷ ചോദിക്കാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെ ദേവാലയത്തിൽ സ്ഥാനമുള്ളത് കൊണ്ട് ആ സ്ഥാനം ഉപയോഗിച്ച് ഞാൻ ക്രമീകരിച്ചത്. എന്നും രാവിലെ അവനെ കൊണ്ടുവരുന്ന എൻ്റെ ആൾക്കാരാണ്. ഇത് മറ്റാരുമല്ല, അവൻ തന്നെയാ. സ്തോത്രം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തലയൊക്കെ ചൊറിഞ്ഞ ശേഷം അവർ ഓടി വന്ന് പത്രോസ് ചോദിക്കുക, ഞങ്ങൾ തോറ്റു. സ്തോത്രം. യേശു ക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിനെ ക്രൂശിച്ചു, അദ്ദേഹം മരിച്ചു. ഇനി ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാം ലോജിക് ഉപയോഗിച്ചാൽ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ച് ഒന്ന് പറഞ്ഞു തന്നിട്ട്, ഇതെന്തോ നിങ്ങൾ ചെയ്ത സൈക്കോളജി അല്ല, ഇത് അവൻ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് പത്രോസിന്റെയാ. എല്ലാ അച്ചായന്മാരെ, നിങ്ങൾ ക്രൂശിച്ച യേശു ശരിയാ മരിച്ചു, പക്ഷെ മരിച്ചിട്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അങ്ങനെയാണ് ഇവൻ സൗഖ്യമായിരിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസമക്കൾ മാത്രം ഉറക്കി രാമി പറഞ്ഞാട്ടെ, ജീസസ് ഈസ് അലൈവ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഇൻഡിസ്പ്യൂട്ടബിൾ മിറക്കിൾ. ആർക്കും തർക്കിക്കാൻ പറ്റാത്ത അത്ഭുതം. ഈ ദിവസങ്ങളൊക്കെ ക്രൂസൈഡുകൾ നടക്കുന്ന സ്ഥലത്ത് പത്രക്കാർ ഒരുമിച്ച് വരും. എന്തിനാണെന്നറിയാമോ?
ഈ അത്ഭുതത്തെ നിരാകരിക്കാൻ. സ്തോത്രം. പിറ്റേ ദിവസം എഴുതി പിടിപ്പിക്കും. അവൻ സൗഖ്യം പ്രാപിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അസുഖം പിടിച്ചു. സ്തോത്രം സ്തോത്രം. മുടം തൊള്ളവൻ വീൽ ചെയർ മാറ്റി വീട്ടിൽ വീണ്ടും വീൽ ചെയറായി ഇരുന്നു. സ്തോത്രം. എങ്ങനെങ്കിലും അത്ഭുതത്തെ നിരാകരിക്കാൻ ഇവന്മാർ വട്ടത്തിൽ കൂടും. സ്തോത്രം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ആ കാലത്ത് ഒരു മാറ്റം വരുത്താൻ പോകുകയാ. സ്തോത്രം. എത്ര പത്രക്കാരും എത്ര യുക്തിവാദികളും കേരളത്തിലെ മിടുക്കന്മാർ ഒരുമിച്ച് കൂടിയാലും അവർ വിളിച്ചു പറയും, ഇത് യഹോവയാൽ സംഭവിച്ചോ, ഇത് ദൈവത്തിന്റെ. Somebody shout hallelujah. ഒരു വ്യക്തിക്കും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന മക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. God is about to do a miracle which no man can dispute. ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്തോത്രം. എന്ന് വെച്ചാൽ എത്ര പരിശോധിച്ച് നോക്കിയാലും, എത്ര ഡോക്ടർമാരെ വിളിച്ച് നോക്കിയാലും, എത്ര സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവച്ച് നോക്കിയാലും അവരെല്ലാം ഒറ്റ വാക്കിൽ പറയും, ഇത് ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നും സംഭവിച്ചല്ല, ഇവിടെ ഏതാണ്ട് നടന്നിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രിക്കാൻ ദൈവത്തിൽ ഇടപെടുന്നു. നിങ്ങളുടെ സകല ബന്ധുക്കാരും കാണുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന മക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Somebody shout hallelujah. God is about to do something special. ഓ, വിശ്വസിക്കുന്ന ചില ദൈവമക്കളിന്റെ അകത്തിരിപ്പുണ്ട്. ഇത് സംഭവിക്കാൻ പോകുക. യുക്തിവാദികളെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, മന്ത്രവാദികളെ ചലഞ്ച് ചെയ്യുന്നു, നാട്ടിലെ എല്ലാ മിടുക്കന്മാരെയും ചലഞ്ച് ചെയ്യുന്നു. യഹോവ തീയിറക്കിയാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാരും വിളിച്ചു പറയും, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആർക്കും അതിനെ അവിടെ കിടത്തിക്കൂടത്. ആർക്കും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുവാൻ സാധിച്ചില്ല. തർക്കരഹിതമായ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? കമോൺ. പത്രക്കാരെല്ലാം എഴുതി പിടിപ്പിക്കും. ഞങ്ങൾ ആവുന്ന നോക്കി ഇതിന്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ, ഇത് കള്ളത്തരമാണെന്ന് പറയാൻ. പക്ഷെ ഇതിലെന്തോ ഉണ്ട്. ക്യാൻസർ സൗഖ്യമായത് ഡോക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലത്തെ അത്ഭുതങ്ങൾ ദൈവദാസന്മാരെ കൂടെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. God will do it. സ്തോത്രം. മൂന്നാമത്തെ വാക്ക്, ആ വാക്ക് എനിക്ക് ഇഷ്ടമാണ്. അവർ ഈ അത്ഭുതം കണ്ടപ്പോൾ ആശ്ചര്യം പൂണ്ടു. ഇംഗ്ലീഷിൽ കൂടെ ദൈവം amazed എന്ന് വെച്ചാൽ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ആൾക്കാർ ഇങ്ങ് നോക്കിയിരിക്കുക. ആമീൻ. ഞങ്ങളുടെ നാട്ടിൽ കാനഡയിൽ ഒരു പ്രത്യേക വാക്കുണ്ട് അമേസ്മെന്റിന്. ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക അത്ഭുതമോ പ്രത്യേക കാര്യമോ നടന്നാൽ ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, വാ. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഞാൻ ഒരു വാക്കെങ്കിലും കാനഡിയൻ ഭാഷ ഇവിടെ പഠിപ്പിച്ചാലും മോശമല്ലേ? ആമീൻ. ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടാൽ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വാ. ആമേൻ. വാ. ആമേൻ. അതുപോലെ ഈ ദിവസങ്ങൾ കേരളത്തിൽ സഭകളുടെ അകത്തും ആമീൻ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ നാട്ടുകാർ വിളിച്ചു പറയാൻ പോകുക, വാ. ഓ ഹല്ലേലൂയ. വാ. ഇത് മനുഷ്യനാൽ സംഭവിച്ചല്ല. വാ. ഇവിടെ ഏതാണ്ട് സംഭവിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ സാധിക്കാം? ദൈവം ചെയ്യാൻ പോകുകയാണ്. വാ. Praise the Lord. Praise the Lord. സ്തോത്രം. It's okay. It's okay. It's okay. It's okay. ഇവിടെ ഏതാണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്ന അസാധാരണ രാത്രി ആയിരിക്കണം. ഇനി ഞാനൊരു ഒരു ഭാവനയിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ആ ഭാവന എൻ്റെ കൂടെ ചേരാൻ പറ്റുമോ? സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവദാസന്മാർ ഇന്ന് രാത്രി ഒരുമിച്ച് ചേരാൻ പോകുക. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേരിക്കയിൽ പെട്ടെന്നൊരു ദൈവ സാന്നിധ്യം, അഭിഷേകം ആ മുറിക്കകത്ത് വ്യാപരിച്ചു. എനിക്കൊരു ഗുണമുണ്ട്, ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യാറില്ല. അന്ന് രാത്രിയിൽ ഒരു 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 ബ്രദർ മുന്നോട്ട് വരിക ദൈവാത്മാനോട് വ്യക്തമായി കാഴ്ചയിൽ കൂടെ ദൈവം ഇടപെട്ടു. ഈ ചെറുപ്പക്കാരൻ്റെ കാലുകൾ രണ്ടും 2 സൈസാണ്. ഇന്ന് പകൽക്കാലം ഞാൻ അവനെ സൗഖ്യമാക്കാൻ പോകുകയാണ്.
ഞാൻ ആ ശുശ്രൂഷ നേരത്തെ ചെയ്തിട്ടില്ല. ആമേൻ. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് രാവിലെ എനിക്കൊന്ന് തോന്നി അത്ഭുതം കാണാനുള്ള സമയമാ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു, ആ ബ്രദർ നിലത്തിരുത്തി കാല് നീർത്തിയപ്പോൾ നല്ല വ്യത്യാസം. ഞാൻ പറഞ്ഞു എല്ലാവരും വരാൻ പറഞ്ഞു. നമുക്കെല്ലാം നോക്കാം എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാം ഇങ്ങനെ വന്നു. സ്തോത്രം. എല്ലാ സഹോദരന്മാരും അടുത്ത് വന്നു. എല്ലാവരും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. പെട്ടെന്ന് സ്തോത്രം ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ഞാൻ തൊടുന്ന പരിപാടിയേ ഇല്ല, തൊടാതെ യേശു സൗഖ്യമാക്കാൻ പോകുക. സ്തോത്രം. ഞങ്ങൾ നോക്കി നിന്നിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ ലഭിച്ചു. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുകയും ഇന്ന് രാത്രി ദൈവം കേൾക്കത്തക്ക രീതിയിൽ ഞാൻ ഇത് വിളിച്ചു പറയട്ടെ. പെട്ടെന്ന് ഉയരത്തിന്ന് ഒരു വലിയ കരണ്ട് അടിക്കുന്ന പോലെ എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ശക്തി ദൈവസന്നിധിയിൽ വ്യാപരിച്ചു. വലിയ വൈദ്യുതി വന്ന് അടിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായി ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ഇതൊരു വിഷയമേ അല്ല, ഇത് അത്ഭുതം നടക്കുന്ന ദിവസമായിരിക്കാം. Come on, somebody say amen to that. Hallelujah. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നീളം കുറഞ്ഞ ആ കാലുകൾ പെട്ടെന്ന് തന്നെ നീങ്ങാൻ തുടങ്ങി. സ്വത്രം ഒരു പാമ്പ് എരഞ്ഞു വരുന്നത് പോലെ ആ കാലുകൾ എരഞ്ഞെരഞ്ഞെരഞ്ഞ് മുന്നോട്ട് വരികയാണ്. സ്തോത്രം. ചില ദൈവമക്കൾ ഇത് കണ്ടിട്ട് നിലത്തോട്ട് വീണ് വാവിട്ട് കരയാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആമീൻ. ഞങ്ങൾ ഓർത്ത കാലങ്ങ് നീണ്ടങ്ങ് പോകുമോ എന്ന്. പക്ഷെ കറക്റ്റ് സൈസ് എത്തിയപ്പോൾ അവിടെ ആ വളർച്ച നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അത് നല്ലൊരു സംഭവമാണ്. പക്ഷെ ഞാൻ ഭാവനയിൽ കാണുന്ന മറ്റൊരു സംഭവമാണ്. ഇന്ന് റെഡിയാണോ അത് കേൾക്കാൻ? ഞാൻ കാണുന്നത് കാല് മുട്ടുവരെയുള്ളൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. മുട്ടുവരെ ഉള്ളൂ. ഒരു കാല് ഫുള്ളും മറ്റേ കാല് മുട്ടുവരെ ഉള്ളൂ. സ്തോത്രം. ദൈവദാസന്മാർ ഇന്ന് രാത്രി വിടിരിക്കുന്ന ഏതോ ഒരു അഭിഷക്തൻ ഇങ്ങനെ മുന്നോട്ട് നോക്കിയിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കാല് നിവർന്നു വരട്ടെ എന്ന് പറയുകയും ആ മുട്ട് മുതല് വളരാൻ തുടങ്ങി. സ്തോത്രം. അവിടെ കാൽ പൊത്ത വരികയാണ്, കാൽ വിരലുകൾ വരികയാണ്. ഇന്ന് രാത്രി ജനം മൊത്തം വിളിച്ചു പറയും, വാ ഹല്ലേലൂയ, വാ. ഇത് ആശ്ചര്യമാണ്. ഇന്ന് രാത്രികാലം അങ്ങനൊരു അത്ഭുത അന്തരീക്ഷം ഇന്ത്യയിൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസ ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. God, he is about to do that. ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആൾക്കെന്നും കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, അദ്ദേഹം എന്നെ കുറിച്ചാണ് തോന്നി പറയുന്നത്. ബോങ്കയല്ല, ബെന്നിങ്ങിനല്ല, അവരൊക്കെ ദൈവം ഉപയോഗിച്ചോട്ടെ. ഇന്ന് രാത്രി എന്നെ കുറിച്ചാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. 3 വാക്കുകൾ. അത്ഭുതം നടക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രോർഡിനറി. 2 ആർക്കും അതിനെ തർക്കിക്കാൻ പറ്റത്തില്ല. 3ാമത്തെ വാക്ക് വാ. ആമേൻ. ഞാൻ നിങ്ങൾ പേഴ്സണലായിട്ട് ഇനിയും പറഞ്ഞോട്ടെ, വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ബൈബിളും പിടിച്ച് കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ വാ വാ. ഹല്ലേലൂയ. വെറും ചർച്ച വരികയല്ല, അദ്ദേഹം പ്രസംഗകനായി മാറിയാൽ വാ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറിയാൽ വാ, ഈ ദൈവത്താൽ സാധിക്കുമെന്ന് വിശ്വസ ദൈവമക്കൾ കൈകൾ വീശ്. യേശുവിനാൽ ഇത് സാധിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റും? എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ആശ്ചര്യം കൂടുമാറെ ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസി ദൈവമക്കൾ മാത്രം വേണമെങ്കിൽ 2 കൈകളും ഉയർത്തി ആ കൈകൾ വീശിട്ട് പറ, എൻ്റെ യേശുവിനാൽ ഇത് സാധിക്കും, യേശുവിനാൽ ഇത് സാധിക്കും. ഉറക്കെ പറഞ്ഞാട്ട് യേശുവിനാൽ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ പോയാൽ ഇന്ന് രാത്രി നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. പക്ഷെ എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നത്? ഇനിയും എല്ലാ ദൈവമക്കളുടെ ശ്രദ്ധ എനിക്ക് വേണം. ഇന്ന് രാത്രി അടുത്തൊരു മർമ്മം ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടെ പറയണമെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുക. അതിനെ തുടർന്നൊരു ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇവിടെ വെളിപ്പെടാൻ പോകുകയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം.
എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റും? തുറന്നു പറയണം. ചില സമയത്തൊക്കെ നമുക്ക് ചില അടയാളങ്ങൾ വേണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങൾ. ചില സമയത്തൊക്കെ വേദനിച്ച് വിഷമിച്ചു പോയ എത്ര പേരുണ്ട്? കർത്താവേ, അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ച ആൾക്കാർ ഇവിടെ ഇല്ലേ? സ്തോത്രം, സ്തോത്രം. നമുക്ക് തുറന്ന് സമ്മതിക്കാം. ദൈവം അടയാളങ്ങൾ തരുന്ന ദൈവമാണ്. ഇനി ഒരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കാട്ടെ. മോശയും ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് വരികയാണ്. ചെങ്കടൽ വന്ന് ആ ചെങ്കടൽ വറ്റി മാറിയപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു. ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഈ ചെങ്കടൽ വറ്റിപ്പോകത്തില്ല. അങ്ങനെ പണ്ടൊക്കെ അനുഭവിച്ച ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അനേക വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടിയത് ദൈവമുള്ളത് കൊണ്ടാണ് ബ്രദർ. ഹല്ലേലൂയ. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ തുള്ളിച്ചാടിയ ജനം ഇപ്പോൾ വന്നു നിൽക്കുന്നത് മാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ. സ്വത്രം, സ്വത്രം, സ്വത്രം. മാറയിലെ വെള്ളം ഭയങ്കര കയ്പ്. ആമേൻ. മാറയിലെ വെള്ളം കൂടെ കുടിച്ചപ്പോൾ, അല്ലെ കയ്പ് കണ്ടപ്പോൾ, ഇപ്പൊ അവർക്കൊരു ചെറിയ സംശയം. ഇനി ഞങ്ങൾ റൈറ്റ് റൂട്ടിൽ തന്നെയാണോ? സ്വത്രം, സ്വത്രം. ഈ വാഗ്ദത്ത ഞാൻ ഇതിലെ കൂടെ ആണോ പോകേണ്ടത്? ആമേൻ, ആമേൻ. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം തെളിച്ച് വെളിപ്പെടുത്താൻ പോകുകയാണ്. എങ്ങനെയാന്ന് ഞാൻ പറയാം. അവരിങ്ങനെ വാഗ്ദത്ത മാറയിലോട്ട് വന്നപ്പോൾ വിശ്വാസം ഒന്ന് ചഞ്ചലിച്ചു. ദൈവം നടത്തുന്ന വഴി തന്നെയാണോ? ഇതിലെ കൂടെ തന്നെയാണോ പോകണ്ടേ എന്നൊക്കെ അവിടെ ഉള്ളിൽ ചിന്ത വന്നു. എന്നാൽ പെട്ടെന്ന് അവര് എലീം എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ കൊടുത്തിരുന്ന വാക്ക്, അവിടെ 70 പന അവർ കണ്ടു. ബൈബിളിൽ മറ്റൊരു സ്ഥലത്ത് പോലും പന എണ്ണിയിട്ടില്ല. ആരും ഒരു സ്ഥലത്ത് നിന്ന് പന എണ്ണാറില്ല. ഒത്തിരി പന കണ്ടു, ഇഷ്ടം പോലെ പന കണ്ടു എന്നൊക്കെ വേണേൽ പറയാം. എന്തിനാണ് അവിടെ 70 പന എന്ന് കൊടുത്തിരിക്കുന്നത്? സ്തോത്രം. ഏതിലക്കമായിരുന്നു. ഒരിടത്ത് പോലും വൃക്ഷങ്ങളുടെ എണ്ണം ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ഇസ്രായേലിനിടയിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും നിങ്ങൾ 70 എന്നൊരു സംഖ്യ കണ്ടാൽ അതിനർത്ഥം വാഗ്ദത്തം നിവർത്തിയാകാൻ പോകുക. Praise God. Praise God. ആമേൻ. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, 69 വർഷം കഴിയുമ്പോൾ 70 എന്നാകുമ്പോൾ എൻ്റെ ജനത്തിന് വിടുതലായെന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. 70 എന്ന വാക്കിന്റെ അർത്ഥം, സ്തോത്രം, സമയമായി വാഗ്ദത്തം ഞാൻ നിവർത്തിക്കും. മാറയിലെത്തി പതറിക്കിടക്കുന്ന ജനം 70 എലിയും ഈ പന കണ്ടപ്പോൾ അവരോട് ദൈവം സംസാരിക്കുക, വാക്ക് പറഞ്ഞവൻ മാറുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം അത് വിശ്വസ മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. I am with you. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നൊന്നും സൈൻ ബോർഡ് ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ റോഡിലൊക്കെ ഉണ്ട്, മാവേലിക്കര ഈ റൂട്ട് ഇത്രയും ദൂരം, കൊല്ലത്ത് പോകണമെങ്കിൽ ഇത്രയും ദൂരം, കോഴഞ്ചേരി പോകണം ഇത്രയും ദൂരം, ഇതാണ് റൂട്ട്. അന്ന് എങ്ങനെയാണ് റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്? അതിന് ദൈവം കൊണ്ട് വഴി കൊണ്ട് 70 പന നട്ടു. എന്നിട്ട് അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ റൂട്ടിൽ തന്നെ പോയാൽ മതി, കനാലിലെത്തുമെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, ഞാൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ലെന്ന്. ഇന്ന് രാത്രി പലരും ഇവിടെ സന്തോഷിച്ചിരിക്കാൻ കാരണം വല്ലപ്പോഴും 70 കണ്ടതുകൊണ്ടാ, 70 പന കൊണ്ട് ദൈവം നിർത്തിയത് കൊണ്ടാ. അല്ല എന്നേ പതറിപ്പോയേനെ. അത് അനുഭവിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ 70 പന. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം എങ്ങനെ ചെയ്യുന്നത്? Are you ready for this? അപ്പോസ്തലന്മാരിങ്ങനെ ശുശ്രൂഷ തുടങ്ങി. ആദ്യത്തെ മുടന്തൻ സൗഖ്യമായി, മറ്റടുത്ത് ചെങ്കടൽ പറ്റിയതുപോലെ. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവരോർത്ത് എല്ലാവരുടെ അകത്ത് ചിന്ത, ദൈവദാസന്മാർക്ക് എല്ലാം ഈ ചിന്ത ഉണ്ടാകാറുണ്ട്. ഒരു വലിയ അത്ഭുതം നടക്കുമ്പോൾ ജനമെല്ലാം അങ്ങ് കൂടും, ഞങ്ങളുടെ സഭ നിറഞ്ഞു കവി. നിങ്ങൾക്കറിയാമോ, ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ വന്ന ചിന്ത ഇതാണ്, ഇനി ഒറ്റ ആൾ പോലെ എതിർക്കത്തില്ല, എല്ലാവരും ഇങ്ങ് പോരും. സ്വത്രം, സ്വത്രം. പക്ഷെ ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ എതിരാളികളുടെ എതിർപ്പ് കൂടിയതേ ഉള്ളൂ. അവർ പറഞ്ഞു, ഇനി നമുക്ക് യേശുവിനെ കൊന്നാൽ പോരാ, ലാസറിനെ കൊല്ലണം.
ചിലർ അത്ഭുതം കണ്ടാലൊന്നും വരാൻ പോകുന്നില്ല. സ്തോത്രം. അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ചില പരീക്ഷന്മാര് ഈ പത്രോസ് യോഹന്നാനെ വിളിച്ചു പറഞ്ഞു, മേലാൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ മിണ്ടിയാൽ കട്ടിയെയും സ്തോത്രം ഞങ്ങൾ കഷണമായി നുറുക്കും, മിണ്ടിപ്പോകരുത്. സ്തോത്രം. ഇപ്പോൾ ഇവർക്കും മാറയുടെ ഒരു അനുഭവം. കർത്താവേ, ഞങ്ങളെ വേലയ്ക്ക് വിളിച്ചതാണോ കർത്താവേ? ഞങ്ങളെ ഇതിലേക്കാണോ വിളിച്ചത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അങ്ങ് പോയി. സ്തോത്രം. ഞങ്ങളിവിടെ കിടന്ന് അടികൊള്ളേണ്ടി വരുമോ കർത്താവേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരേതായാലും ഇങ്ങോട്ട് വന്നിട്ട് മുട്ടുകുത്തി ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഈ ഭീഷണി അങ്ങ് കേൾക്കുന്നല്ലോ. സ്തോത്രം സ്തോത്രം. ഇവിടെ ഭീഷണിയും കേൾക്കുന്നല്ലോ. ഇപ്പോൾ അങ്ങയുടെ കൈ ഒന്ന് നീട്ടി. സ്തോത്രം. അങ്ങയുടെ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ അങ്ങയുടെ കൈ ഒന്ന് നീട്ടണമേ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം അവിടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുവാൻ പെട്ടെന്നൊരു സംഭവം നടന്നു. ഇവിടെ 70 പനയല്ല, പകരം പെട്ടെന്ന് അവരിരുന്ന സ്ഥലമൊന്ന് കുലുങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി, ആമീൻ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ മീതെ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ശക്തി വ്യാപരിക്കുന്നത് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ശത്രുവിന് സാധിക്കത്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ശക്തി അയച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കെട്ടടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ശക്തമായ ഏതാണ്ടൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്താത്മാവ് ശക്തമായി ഇടപെടുക. അടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ദാസന്മാരുടെ കൂടെ ഉണ്ടെന്നും സമയത്തിന് മുൻപേ അവർ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ലെന്ന് ഞാൻ കാണിക്കേണ്ടതിന് എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്താത്മാവ് ശക്തമായി ഇടപെടുക. Are you ready for this? അവിടെ മീതെ, അവിടെ കുടുംബങ്ങൾക്ക് മീതെ എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഓഹോ, സ്തോത്രം സ്തോത്രം. എത്ര പേർക്ക് ആമീൻ പറയാൻ സാധിക്കും? എന്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് രാത്രി ദൈവസഭ തയ്യാറാകുക, ശുശ്രൂഷകന്മാർ തയ്യാറാകുക. നിങ്ങളെ ദൈവം വിളിച്ചു എന്ന് കാണിക്കേണ്ടതിന്. നിങ്ങളെ വിളിച്ചത് മനുഷ്യനല്ല, ഒരു ഡിനോമിനേഷൻ അല്ല, ദൈവം വിളിച്ചത് കാണിക്കേണ്ടതിന്. മാത്രമല്ല, ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കത്തില്ലെന്ന് കാണിക്കേണ്ടതിന് തൃത്വത്തിൽ മൂന്നാമൻ വ്യക്തിപരമായി ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ശിഷ്യന്മാരെ, യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ പോയാൽ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ കാര്യസ്ഥനെ അയക്കും. നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് ഞാൻ കാര്യസ്ഥനെ അയക്കും. ഭീഷണി വന്നാൽ കാര്യസ്ഥൻ മാറത്തില്ല. എതിർപ്പ് വന്നതുകൊണ്ട് കാര്യസ്ഥൻ മാറുകയില്ല. ഇന്ന് രാത്രി പ്രതികൂലത്തിൽ കൂടെ പോകുന്ന ചില കുടുംബങ്ങൾക്ക് മീതെ വിടുതൽ ദൈവം തരാൻ പോകുകയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതിനും, മാത്രമല്ല നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടതിനും ഇന്ന് രാത്രിക്കാലം ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. റിസീവ് ഇറ്റ്. പ്രാപിക്കത്തുള്ള ദൈവമക്കൾ മാത്രം ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. യേശു റിലീസ് ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു മാരക രോഗത്തിന്, മാരക രോഗം എന്ന് പറഞ്ഞാൽ പോരാ, കംപ്ലീറ്റ് ആയി മുട്ടുകാലുകൾ മുതൽ താരോട്ട് വളഞ്ഞു കടന്ന് കൂടിക്കിടക്കുന്ന ഒരു പെൺകൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അവിടുത്തെ ക്രിസ്തു എതിരാളിയായ മനുഷ്യൻ ഉറക്കെ ഞങ്ങളോട് പറയുകയാണ്. ആദ്യം ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറയുന്ന യേശുവിന് ശക്തിയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അതെ ഉണ്ട്. സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, ആ യേശുവിന് ഇന്ന് ശക്തിയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അതെ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഞങ്ങൾ ഞെട്ടിപ്പോയി, അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അങ്ങനെയാണ് നിങ്ങളുടെ യേശുവിന് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ടോ? ഉണ്ടെന്ന് പറയാൻ ഞാൻ വാ തുറന്നു, പക്ഷേ ഞാൻ പുറകോട്ടങ്ങ് മാറി. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ മുൻപിലോട്ട് നിൽക്കുക. എന്താ കാര്യം? ഞാൻ രോഗികൾ സൗഖ്യമാണെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. കാലുകൾ വളഞ്ഞ് കൈയിൻ്റെ സഹായം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പെൺകുട്ടി. സ്തോത്രം. എന്നാൽ ഞാൻ മാറിങ്ങ് നിൽക്കുമ്പോൾ എൻ്റെ വിശ്വാസം വലുതായിട്ട് വരുന്നില്ല. തുറന്നു പറഞ്ഞാൽ എൻ്റെ വിശ്വാസം വലുതായിട്ട് കത്തുന്നില്ല. എൻ്റെ ഉള്ളത്തിൽ വലിയ ഭയമുണ്ട്, കാരണം ഇയാൾ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, എന്റെ യേശു കൈവിട്ടിട്ടില്ല. ആ ഒരു അനുഭവം ദൈവമക്കളുടെ മേൽ ദൈവം കൊടുക്കാൻ പോകുക. Are you ready? എത്രവർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളുടെ കുടുംബം എത്തുമ്പോൾ, അന്ന് വരെ വെളിപ്പെടാത്ത ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി ദൈവം തെളിയിക്കാൻ പോകുക. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്.
ഓ ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അതിനുമുമ്പ് ഒരു വാക്ക് ഞാൻ വിളിച്ചു പറയട്ടെ. ആർ യു റെഡി ടു റെസ്പോണ്ട് ടു ദിസ്? ഗെറ്റ് റെഡി ചർച്ച്. എല്ലാവരും തയ്യാറാകുക. ഈ മീറ്റിംഗ് ഇന്ന് രാത്രി കൊണ്ട് ആശീർവാദം പറഞ്ഞു നിർത്തും. സ്തോത്രം. ഇവിടുത്തെ ലൈറ്റുകൾ അണയപ്പെടും. ഇനിയും അടുത്തിടെ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായേക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് തീരുക. നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പോകും. ഒറ്റയ്ക്ക് പ്രതികൂലം കാണാൻ പോകും. കൂടെ ഇരുന്ന് ആരാധിക്കാൻ ആൾക്കാർ കാണത്തില്ല. വർഷിപ്പ് ടീം കൂടെ കാണത്തില്ല. എതിരാളി നേരിട്ട് കാണുന്ന ദിവസം മുൻപിൽ വെളിപ്പെട്ട് വരും. ഒന്ന് സഹായിക്കാൻ പോലും ആരും കാണത്തില്ല. പക്ഷെ കുറിച്ചു വെക്കുക, നിങ്ങൾ അഭിഷേകം ചെയ്തവൻ മാറി നിൽക്കത്തില്ല. വിശുദ്ധമക്കൾ മാത്രം ഉറക്കെ സ്തുതിച്ചാട്ടെ. അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടാരാധന ശബ്ദനാഥന. ഓ, എത്രയൊക്കെ വിശ്വാസം വരുന്നു എനിക്കറിയത്തില്ല. ദൈവത്താത്മാവ് വ്യക്തമായി എന്നോട് ഇടപെടുന്നു. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ജനം പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ അന്ന് വരെ അനുഭവിക്കാത്ത അവിടുത്തെ കുലുക്കുന്ന, അവിടെ സാഹചര്യങ്ങളെ കുലുക്കുന്ന എൻ്റെ ആത്മാവിന്റെ ശക്തി വ്യക്തമായി ഞാൻ അറിയിക്കാൻ പോകുകയാണ്. തോന്നലല്ല, വ്യക്തമായിട്ട് അയക്കാൻ പോകുകയാണ്. അവരത് അനുഭവിക്കും. ഓ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. നിങ്ങൾക്കറിയാമോ, ആ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഇവിടെ ഒറ്റ ശത്രുവിനും തകർക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നും ഓർക്കുന്ന പെൺകുച്ചിന്റെ തലയോട്ട് ഞങ്ങൾ കൈവച്ചു. ചെറുപ്പക്കാരിയാണ്. തലയോട്ട് കൈവച്ചു. സ്തോത്രന്റെ കൂടെ ഒന്ന് ദൈവാസൻ പൊക്കി എഴുന്നേൽപ്പിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ വളഞ്ഞ കാലുകൾ ഞങ്ങളുടെ മുമ്പിൽ നെവരാകാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നാളുകൾ കഴിഞ്ഞു. ആ പെൺകൊച്ച് അതിലെ കൂടെ ഒക്കെ നടന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ പെൺകൊച്ചിന്റെ വിവാഹം കഴിഞ്ഞു. സ്തോത്രം. ഒരു കുഞ്ഞുമുണ്ടായി. ആമേൻ. സന്തോഷം കൊണ്ട് ആ കുടുംബം ദൈവത്തെ മാനിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം ഇങ്ങനെയാണ്. സ്തോത്രം. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ധൈര്യം ക്ഷീണിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന ചില ആത്മാവിന്റെ വലിയ പകർച്ച അടുത്ത ദിവസങ്ങളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. അത് വിശ്വ ദൈവമക്കൾ മാത്രം ഒന്ന് ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട്. പരിശുദ്ധാത്മാവിന്റെ ഇപ്പോൾ ചില വ്യക്തികളെ മീതെ ആ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഒരു നാളും കൈവിടത്തില്ലെന്നും ഇന്ന് തെളിയിക്കേണ്ടതിന്, ഒരു ശക്തിക്ക് നിങ്ങളെ തൊടുവാൻ പറ്റത്തില്ലെന്ന് തെളിയിക്കേണ്ടതിന് യഹോവയുടെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. അവരിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവരോട് പറയുകയാണ്, നിങ്ങളെ കുലുക്കാൻ വരുന്ന ശക്തിയെ ഞാൻ കുലുക്കും. ആ മന്ത്രവാദത്തെ ഞാൻ കുലുക്കും. ആ വിചാരത്തെ ഞാൻ കുലുക്കും. നിങ്ങൾ അവിടെ നിന്നാൽ മതി. ദേശാന്ത ശക്തിയെ ഞാൻ കുലുക്കി മാറ്റും. ഈ രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? എന്റെ കൂടെ നിൽക്കുന്ന പാസ്റ്റർമാർ, കൊയർ ടീം മെമ്പേഴ്സ്, ഇവിടെ ഇരിക്കുന്ന സുശിക്ഷകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ചില ദേശാന്തര ശക്തികളുടെ മുൻപിൽ നിങ്ങളെ കുലുക്കി മാറ്റുമെന്നും, നിങ്ങളുടെ ശുശ്രൂഷ അവിടുന്ന് കുലുക്കി അവിടുന്ന് പുറത്തു കളയുമെന്നും, ഇളക്കി 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 അവിടെ ഒരു വേര് പോലും നിങ്ങൾക്ക് തരത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് ശത്രു അടുത്ത് വരുമ്പോൾ, പെട്ടെന്ന് ആ രാത്രിയിൽ നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വന്ന്, മാത്രമല്ല ആ ദേശാന്ത ശക്തിയെ കുലുക്കി മാറ്റുമെന്ന് ദൈവത്താത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇന്ന് രാത്രി ഏറ്റെടുക്കുക. അതാണ് അടുത്ത നാളുകൾ, അതാണ് അടുത്ത വർഷങ്ങൾ. സ്വീകരിക്കുക. വിശ്വസമക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ. God is going to prove it. Praise the Lord. Are you ready, church? നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? ഹല്ലേലൂയ. ബൈബിള് വാക്യമുണ്ട്. ആ ദേശം അവിടെ ഇരുന്ന സ്ഥലം കുലുങ്ങിയപ്പോൾ അടുത്ത വാക്ക് ഗെറ്റ് റെഡി പാസ്റ്റേഴ്സ്. അടുത്ത വാക്ക് ഗെറ്റ് റെഡി മെൻ ഓഫ് ഗോഡ്. ഐ മീൻ കുലുങ്ങിയപ്പോൾ പിന്നെ അവർ പ്രാർത്ഥന തുടർന്നില്ല. അടുത്ത വാക്ക് അവർ പുറത്തിറങ്ങി വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഓ, ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ദേശാന്ത ശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു ധൈര്യം ദൈവം പകരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചൂണ്ടി കൽപ്പിക്കുന്ന അധികാരം ദൈവം കൽപ്പിക്കാൻ പോകുക. Are you ready tonight? ഇപ്പോൾ ആ ശക്തി വ്യാപരിക്കട്ടെ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മാവിന്റെ ശക്തിയെയും അയക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ധൈര്യമായി, എല്ലാവരും പറഞ്ഞിട്ട് ധൈര്യമായി, ധൈര്യമായി, ധൈര്യമായി. ചിലർ ഭൂതങ്ങളെ പുറത്താക്കാൻ പോകുക, ധൈര്യമായി രോഗികളെ സൗഖ്യമാക്കാൻ പോകുക, ധൈര്യമായി കുടുംബങ്ങളെ വിടുതലേക്ക് നടത്താൻ പോകുക, ധൈര്യമായി ദേശാന്തര ശക്തികളെ വെല്ലുവിളിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. ആ ശക്തി, യേശുവിന്റെ ശക്തി വ്യക്തികൾ വ്യാപരിക്കുകയാണ്. ഓ, ഞാൻ ദൈവസന്നിധി ചോദിച്ചു, കർത്താവേ, എന്തിനാണ് അവിടെ ആത്മാവിന്റെ ശക്തി ഇറക്കി ആ സ്ഥലത്തെ കുലുക്കിയത്? അതുകൊണ്ട് സംഭവിച്ചു? പ്രത്യേക വിടുതലൊന്നും അവിടെ നടന്നില്ല. ദൈവം ഇന്ന് രാത്രി പറഞ്ഞു, ആ ഭാഗം വായിക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ആ ഭാഗം കണ്ടത്. ആമീൻ. അത് കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമായി യേശുവിനെ പ്രസംഗിച്ചു. ഇന്ന് രാത്രി ധൈര്യം കെട്ട തളർന്നിരിക്കുന്ന ചില സുശിക്ഷകന്മാർക്ക് ആവശ്യം ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയാ. പതറിപ്പോയ, ചിതറിപ്പോയ, തളർന്നുപോയ, എല്ലാരും കൈവിട്ട ചില അഭിഷക്തന്മാർക്ക് ഇന്ന് രാത്രി ആവശ്യം പണ്ട് വീണ എണ്ണയുടെ അഭിഷേകം ഒന്നുകൂടെ ഒന്ന് വ്യാപരിക്കാനാ. ഹല്ലേലൂയ. നിനക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിന്റെ ശക്തിയാണ്. റിസീവ് ഇറ്റ്. Are you ready? Are you ready? ദൈവത്താൽമേനെ കാഴ്ച കാണിക്കുന്നു. മൈലുകൾക്കപ്പുറം പോയി ശക്തമായ ശുശ്രൂഷ ചെയ്യേണ്ട ചില ശക്തന്മാര് ഇന്ന് രാത്രി ക്ഷീണിച്ച് കൊഴിഞ്ഞിരിക്കുന്ന കാഴ്ച ദൈവമേനെ കാണിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി അവരെ ചലിപ്പിക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. In the name of Jesus. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Are you ready? ഓ, എന്റെ ഉള്ളം എന്നോട് ശക്തമായി പറയുന്നു. ഞാൻ പെട്ടെന്ന് ഈ വാക്കിൽ നിർത്തി പ്രാർത്ഥിക്കാൻ പോകുക. എന്റെ ഉള്ളം എന്നോട് ശക്തമായി പറയുന്നു, ഇതിനകത്ത് ഭാവിയിൽ പ്രയോജനപ്പെടേണ്ടിയ, ചുമ്മാ പ്രയോജനപ്പെടേണ്ടതല്ല, ലോകത്തെ കീഴ്മ മറിക്കേണ്ടിയ, പട്ടണങ്ങളെ പിടിച്ചടക്കേണ്ടിയ ചില അഭിഷക്തന്മാർ നിൽപ്പുണ്ടെന്ന് ദൈവമായനെ കാണിക്കുന്നു. ഇന്ന് രാത്രി അവർക്ക് ആവശ്യം ധൈര്യമാക്കുന്ന ശക്തിയാണ്, കുലുക്കുന്ന ശക്തിയാണ്. Are you ready? Hallelujah. പത്മോസിന് ദ്വീപിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് കിടക്കുന്ന യോഹന്നാനെ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലെന്നും നീ ഇന്ന് വരെ കാണാത്ത വെളിപ്പാടുകൾ കാണുമെന്നും സ്വർഗം നിനക്ക് തുറക്കപ്പെടുമെന്നും നീ ഇവിടെ അവസാനിക്കത്തില്ലെന്നും നിനക്ക് തെളിച്ചേരുവാൻ കർത്തൃ ദിവസത്തിൽ നീ ആത്മാവിലാകുക. ഹല്ലേലൂയ. വിശ്വസനീയ മക്കൾ ആമേൻ പറഞ്ഞാട്ടെ. കർത്തൃ ദിവസത്തിൽ നീ ആത്മാവിലായി. ഹല്ലേലൂയ. ഒരു ശബ്ദം കേട്ടു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദിയും അന്ത്യനുമാകുന്നു. ഓ, ദൈവസന്നെ ചോദിച്ചോണ്ടിരുന്ന ചോദ്യമായിരുന്നു, കർത്താവ് എന്തിനാണ് ഈ ശക്തി ഇവിടെ അയക്കുന്നത്? ദൈവത്താൽമന്നെ പറയുന്ന വാക്കിതാണ്, അത് വ്യാപരിച്ചാൽ മാത്രമേ ചിലരുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരത്തുള്ളൂ. ആമീൻ. തീരും, ചത്തുപോകും, തകരും എന്ന് പറയുന്ന വാക്ക് തീരാൻ പോകുക. പകരം വിളിച്ചു പറയാൻ പോകുക, ഞാൻ കണ്ട വെളിപ്പാട്, ഞാൻ കണ്ട വെളിപ്പാട്, ഞാൻ കണ്ട വെളിപ്പാട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഈവൻ വെളിപ്പാട് കാണണമെങ്കിൽ ആത്മാവ് നിന്നെ ശക്തീകരിക്കണം. സ്വർഗം തുറക്കപ്പെടുന്ന കാണണമെങ്കിൽ ആത്മാവ് ശക്തീകരിക്കണം. സ്തേഫാനോസേ, മൂർത്തക്കുറിച്ചുള്ള കല്ലുകൾ നിനക്ക് നേരെ വരുമ്പോൾ എന്താണ് നിന്റെ മുഖം പ്രകാശിക്കുന്നത്? ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിച്ചാൽ നിനക്കറിയാം സ്വർഗം എനിക്കോട് തുറക്കപ്പെടുന്നു. ഇന്ന് രാത്രികാലം ചില മേൽ ആത്മശക്തി വ്യാപരിക്കുന്നത് നിങ്ങൾ ഒറ്റക്കനം തെളിയിക്കാനും നിങ്ങളെ ശത്രുവിന് തൊടുവാൻ സാധിക്കത്തില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം അയക്കുന്ന അഭിഷേകമാണ്. Are you ready?
സ്തോത്രം, സ്തോത്രം. Praise Jesus. ഇനി ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. Are you ready tonight? എന്തിനാണ് ബ്രദർ ഇവിടെ ആത്മശക്തി വ്യാപരിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇതുവരെ മരണം മാത്രം കണ്ട, തകർച്ച മാത്രം കണ്ട ചില വ്യക്തികളുടെ അകത്ത് പുതിയൊരു കാഴ്ച കാണിക്കണമെങ്കിൽ എന്താ കാഴ്ച എന്നറിയാമോ? സാധാരണ കാഴ്ചയല്ല. ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തിലിരിക്കുന്ന ഒരു സിംഹാസനം, അതിന് മുകളിൽ ഇരിക്കുന്നവനെ യോഹന്നാൻ കണ്ടു. യോഹന്നാന് മനസ്സിലായി, ഇനി ഒരുത്തൻ എന്നെ തൊടത്തില്ല. ഈ പത്മോസ് ദ്വീപിൽ എന്നെ തൊടുവാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ആ കാഴ്ച കാണണമെങ്കിൽ ആത്മാവിന് ശക്തി വ്യാപരിക്കട്ടെ. Praise God. ആമേൻ. കണ്ട, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ചുട്ടുപരിപ്പിച്ച വെള്ളോട് സദൃശമായുള്ളവനെ. നിന്റെ കണ്ണുകൾ കാണണമെങ്കിൽ അതിനു മുൻപേ കർത്തൃ ദിവസത്തിൽ നീ ആത്മാവിലാകണം. അവിടെ കൊടുത്തിരിക്കുന്ന ആത്മാ വിവശനായി. Praise Jesus. Are you ready tonight? എത്ര പേർക്കുള്ളിൽ വിശ്വാസമുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഏതാണ്ടൊക്കെ വലിയ വിടുതലുകൾ നടക്കാൻ പോകുക. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കത്തില്ല, എൻ്റെ കുടുംബം ഇവിടെ അവസാനിക്കത്തില്ല, എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കത്തില്ല. ഇന്ന് രാത്രി അതൊന്ന് കാണിച്ചു തരാനാ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒറ്റയ്ക്കല്ലെന്നും നിന്റെ കൂടെ യേശു ഉണ്ടെന്നും നിനക്ക് തെളിയിച്ചു തരാനാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. Hallelujah. Are you ready, church? Are you ready, pastors? ദൈവത്താൽ ശക്തം ഇടപെടുക. നിങ്ങളുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുവാനും ആ ഹൃദയത്തിന് ബലം കുറപ്പിക്കാനാ ശത്രുവിന്റെ പ്ലാന്. Just as he said. എന്ന് വെച്ചാൽ വരയ്ക്ക് വ്യത്യാസമില്ലാതെ കപ്പിത്താനെ, ഇങ്ങടെ കപ്പിത്താന്റെ കപ്പലിന്റെ ഇൻസ്ട്രുമെന്റ് പണി നോക്ക്, അവൻ പറഞ്ഞ പോലെ നടക്കാൻ പോകുന്നുള്ളൂ. അത് വിശ്വ ദൈവ മക്കൾ മാത്രം കൈയൊന്ന് വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. It will take place just as he said. Hallelujah. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചിലപ്പോൾ വാക്കും കൊണ്ട് വിശ്വാസം ജനത്തിന് വന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്രവൃത്തി കാണിക്കണം. നമ്മുടെ കുഴപ്പം, നമ്മൾ വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ആ വാക്കിന് ഒരു ലക്ഷണവും ഇല്ല. സ്തോത്രം. പണ്ട് DL മുടി പറഞ്ഞതാണ്, ആരെങ്കിലും മരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കൊടയം എടുത്തോണ്ട് ഇറങ്ങണമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ആക്ഷനും കൊണ്ട് അത് തെളിയിക്കണം. പൗലോസിന്റെ ഗുണം ആ കസറിങ് എന്നത് ഇങ്ങനെ മനസ്സിലായി. ഈ വാക്കൊന്നും പറഞ്ഞിട്ട് ഇവർക്ക് പിടി കിട്ടുന്നില്ല. പൗലോസ് ഏതെന്ന് പരിപാടി അറിയാം? പൗലോസിന്റെ കസറ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ആ പൊതിയും കൊണ്ടുവന്നേ. 14 ദിവസമായി ആൾക്കാർ കഴിച്ചിട്ട് 14 ദിവസം കൊണ്ട് എല്ലാവരും ഉപവാസമാ. സ്തോത്രം, സ്തോത്രം. ഉപദേശി അവിടെ കൂടെ ഇരുന്നിട്ട് ഈ 14 ദിവസം 21 ആക്കാന്ന് പറഞ്ഞില്ല. ആ പൊതിയും കൊണ്ട് കൊണ്ടുവന്നാട്ടെ. എന്നിട്ട് ബൈബിളിൽ കൊടുത്ത് എല്ലാരും കാണുക. പൗലോസ് സ്തോത്രം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയണം നിങ്ങളുടെ കുടുംബം തകരാൻ പോകുന്നില്ല. നിങ്ങൾ Hallelujah. 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 Praise God. Praise God. Amen. Stotram. Stotram. Hallelujah. Hallelujah. Amen. ശ്രദ്ധിക്കണമേ. എനിക്ക് അതോടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ബൈബിളിൽ കൊടുത്ത വാക്ക്, പൗലോസ് ആഹാരം കഴിക്കുന്ന കണ്ടപ്പോൾ കപ്പലുള്ളവർക്ക് ബാക്കിയുള്ളവർക്കും ഉള്ളിലൊരു വിശ്വാസം. എടാ, ഇവന് കഴിക്കാമെങ്കിൽ ഇവൻ പറയുന്നതിലേറെ വാസ്തവമുണ്ട്. ആമേൻ.
ഇവൻ കഴിക്കുന്ന കഴിപ്പ് കണ്ടാൽ അടുത്ത 150 വർഷം ജീവിക്കാൻ പോകുന്ന രീതിയിലാ കഴിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ പട്ടിണി കിടക്കുന്നേ? കൊണ്ടുവരാൻ പറഞ്ഞ ആഹാരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളെ വിശ്വാസമില്ലാത്ത ബന്ധുക്കാർ പറയണം, നിന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. Praise God. Praise God. Are you ready tonight? Are you ready tonight? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഈ ആത്മാവിന്റെ ശക്തിയോട് വ്യാപരിക്കുക. പ്രാർത്ഥിക്കാൻ പോകുക. വാക്ക് പറഞ്ഞിട്ട് അവർക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഒരാക്ഷൻ കാണിച്ച് നിങ്ങളുടെ വിശ്വാസം ഒന്ന് കാണിച്ചാട്ടെ. ചിലർ പറയും, ഞാൻ യഹോവയാൽ വൻ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് തലകുനിച്ചായി പറയുന്നത്. ഞാൻ യഹോവയാൽ വൻ കാര്യം ചെയ്യും. അത് കാണുമ്പോഴേ പറയും, ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. സ്വത്രം സ്വത്രം. ഇന്ന് രാത്രി പറയുന്നതിന് ഒത്തവണ്ണം ഒരാക്ഷനോട് കാണിക്കണം. കപ്പലുള്ളവർ ചാവാൻ പോകുന്നില്ല, എടുത്ത് കഴിക്കുക. സ്വത്രം. അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിക്കാട്ടെ. എന്തെങ്കിലും ആക്ഷൻ ഒന്ന് കാണിച്ചാട്ടെ. നിങ്ങളുടെ കുടുംബം തകരത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ രാത്രി മുഖത്ത് കാണിച്ചാട്ടെ. Come on, hallelujah. Hallelujah. Hallelujah.